ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഞാൻ 2 ദിവസമായി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട്. അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമ്മൾ എൻ്റെ വീട്ടിലായിരിക്കും കേട്ടോ. എൻ്റെ വീട്ടിലത്തെ വീഡിയോസൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പം വേറൊന്നുമല്ല, ഞാൻ ഏട്ടൻ അവിടെ ശബരിമലയ്ക്ക് മാറിയിട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് ദിവസം എന്നല്ല, ഏട്ടൻ ശബരിമലയ്ക്ക് പോണ വരെ ഞാനിവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് വരലൊന്നുമില്ല. വരലുണ്ട്, രാത്രിയൊക്കെ വന്നു പോലെ തന്നെയാണ് അധികം ഉണ്ടാവല്, നിൽക്കലില്ല കേട്ടോ. അപ്പം ഇനി ഏട്ടൻ മാലയൊക്കെ ഊരിയതിന് ശേഷം ശബരിമലയ്ക്കൊക്കെ പോയി വന്നതിന് ശേഷം നമുക്ക് ഇവിടെ നിൽക്കാൻ ഏട്ടനും കൂടി കൂട്ടിയിട്ട് വേറെ സെപ്പറേറ്റ് നിൽക്കാൻ വേണ്ടി വരാം കേട്ടോ. ഇപ്പോൾ അതാ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ എണീച്ച് ഇപ്പോൾ കുളിക്കുകയാണല്ലോ, നോലുമ്പല്ലേ നമുക്ക്. അമ്പടൂന് നോലുമ്പില്ല കേട്ടോ, ബാക്കി എല്ലാവർക്കും നോലുമ്പുണ്ട്. അവന് ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അവന് നോലുമ്പൊന്നുമില്ല. അപ്പോൾ അവനൊരു ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കുളിപ്പിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫുഡൊക്കെ കൊടുത്ത് അവന് ചായയൊക്കെ കൊടുത്ത് അമ്മ അതാ പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛൻ പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചന്തയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ തന്നതാട്ടോ അച്ഛൻ. നിങ്ങൾ പോയി ചന്തയ്ക്ക് പോയിക്കോളി, രാവിലെ നല്ല അടിപൊളി പച്ചക്കറീസൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ തെരുവാവും. എന്നാൽ ആൾക്കാരൊക്കെ എടുത്തെടുത്ത് പിന്നെ ചീഞ്ഞതും കിടന്നതൊക്കെ ആവുള്ളൂ. അപ്പോൾ രാവിലെ അങ്ങോട്ട് ആ ഫ്രഷിൽ പോയി വാങ്ങിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഫുള്ള് പച്ചക്കറിയാണല്ലോ, ഇനിയിപ്പോൾ എന്ത് കിട്ടിയാലും തിന്നണ ഒരവസ്ഥയൊക്കെയാണ് നമ്മൾ പോണത്. പച്ചക്കറി ഇടാം, പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതാ അമ്മേനോട് പറയാം, അമ്മ എന്തൊക്കെയൊക്കെയോ അങ്ങനെ ഓരോ പച്ചക്കറി അത് വാങ്ങിച്ചുകൊണ്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഞാൻ അമ്മേനോട് അതുപോലെ പിന്നെ എനിക്ക് മനസ്സിലാവാത്ത കുറേ എന്തൊക്കെയോ അമ്മ എന്തോ പേര് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ സാധനം കളറൊക്കെ പറഞ്ഞു കൊടുത്ത്, ഇതല്ലേ അതായിരുന്നോ അങ്ങനെയായിരുന്നോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മൂനറിയാം. അങ്ങനെ അതാ ഇനി ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാണോ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം അതുപോലെ ഒന്ന് മെയിൽ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അമ്മ പോയിട്ടില്ല കേട്ടോ. അമ്മ അങ്ങോട്ട് ഓരോ വർത്തമാനം പറയുന്നത് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ പറയുന്നത്, എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് ടാറ്റ കൊടുക്കലും അതിനോട് വർത്തമാനം പറയലും അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആണ്. അപ്പം ഇവിടെ വന്നാൽ പിന്നെ ഫുള്ള് മടിച്ച് ചെയ്യണം കേട്ടോ. ഞാനൊരു പണി എടുക്കില്ല, നേരം വൈകി എണീക്കും. അല്ലെങ്കിലോ എവിടെയായാലും അങ്ങനെ തന്നെയൊക്കെയാണ്, നേരം വൈകി എണീക്കുക അതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ നേരം വൈകിയാൽ പിന്നെ വീണ്ടും നേരം വൈകും. ഇപ്പോൾ അമ്മ പോകാൻ നേരം 9 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ, 9 മണി. പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ അമ്മ ചോദിച്ചു ചെയ്തു, ഇന്ന് രാവിലെ എണീച്ച് പോകാൻ പറഞ്ഞു. ഇന്നെന്താ നേരത്തെ എണീച്ചിക്കണ്, അല്ലെങ്കിൽ നേരം വൈകിട്ടാണല്ലോ എണീച്ചില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരത്തെ എണീച്ച് പിന്നെ പല്ലൊക്കെ തേച്ചപ്പോൾ പിന്നെ അമ്പുടൂൻ്റെ ചായയൊക്കെ കൊടുത്ത്. ഇനിയിപ്പം എനിക്ക് കുളിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുള്ള എണ്ണ തേപ്പാണ് ഈ കാണുന്നത്. നിങ്ങൾ ഇതിനൊരു 1.5-2 മണിക്കൂർ പിടിക്കും, ഇങ്ങനെ തേച്ച്. അങ്ങനെ പിന്നെ അമ്മ പിന്നെ പോയി. പിന്നെ ഞങ്ങൾക്ക് ഇനി ചായ കുടിക്കാനുണ്ട്. അമ്മു ചായ കുടിച്ചിട്ട് അമ്മേൻ്റെ കൂടെ ചായ കുടിച്ച് ഞാൻ പിന്നെ കാത്തൊക്കെ നിന്നാൽ പിന്നെ എൻ്റെ പണി കഴിയില്ല. എനിക്ക് ഓരോന്ന് ഇതാക്കിയൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ സാധാരണത്തിൽ കുടിച്ചോളാമെന്ന് പറഞ്ഞു കേട്ടോ. അച്ഛനൊക്കെ ചായ കുടിച്ച് അച്ഛന് അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വരും. 11 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി വരും, ഉച്ചയ്ക്ക് ചോറുണ്ണാനും വരും. പിന്നെ വൈകുന്നേരം ആയിരിക്കും കേട്ടോ അച്ഛൻ വരിക. അപ്പോൾ അമ്പടൂനാണെങ്കിൽ അച്ഛൻ്റെ കൂടെ പോവാൻ, അച്ഛനൊന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവന് പോകണമെന്നാണ് കേട്ടോ. അങ്ങനത്തെ ഒരവസ്ഥ. അച്ഛനൊന്ന് ബാത്റൂമിൽ വരെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയാണ്, അച്ഛൻ്റെ പിന്നാലെ തന്നെയാണ്. അവിടെ പോയാൽ ഏട്ടൻ, ഇവിടെ ചെന്നാൽ അച്ഛൻ, അങ്ങനെയാണ്. 2 ദിവസം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടത്. അപ്പോൾ കുറേ ആയിട്ട് ഇവിടെ നിൽക്കാനൊന്നും അങ്ങനെ വരലില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ ഒപ്പത്തിന് വലുതായി പിന്നെ അങ്ങനാടി പോകും. പിന്നെ ഫുൾ ടൈം അവിടെ ആകുമ്പോൾ ഫുൾ ടൈം ഏട്ടൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ അവന് കുറേ അച്ഛ ഫുള്ള് ഉറക്കത്തിലൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോകണം എന്ന് പറയൽ തന്നെയായിരുന്നു. പിന്നെ അതിങ്ങനെ മാറിയിട്ടോ. അപ്പം കുഴപ്പമൊന്നുമില്ല. വന്ന ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് നമ്മൾ അങ്ങനെ ശീലമാക്കി എടുക്കണമല്ലോ, അങ്ങനെ റെഡി ആവില്ലല്ലോ. പക്ഷേ അങ്ങനെ പറഞ്ഞാലൊക്കെ ഏട്ടൻ വരും കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ഏട്ടന് ജോലിക്ക് പോയാൽ പിന്നെ രാത്രിയാവും എത്തണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പം മാലിട്ടത് വേണം, അമ്പലത്തിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഏട്ടൻ പെട്ടെന്ന് വിളിച്ചാൽ എന്തായാലും ഏട്ടന് വരാൻ കഴിയില്ല. അതിൻ്റെ ഇടയിൽ അമ്മ എന്തോ മറന്ന്, അപ്പോൾ അമ്മ അതെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അമ്മയ്ക്ക് തന്നെ പണി, എന്തെങ്കിലുമൊക്കെ അതാക്കും, മറക്കും, വീണ്ടും വരും, വീണ്ടും പോവും, പിന്നെ ഇതാക്കും, അതന്നെ പണി. അച്ഛനായാലും അതുതന്നെയാണ്. നമുക്ക് ഞാൻ പിന്നെ ഓരോന്നും ഇങ്ങനെ പറയും, അതെടുത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത് തന്നെ ചോദിക്കും.
പിന്നെ അത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അതിപ്പോൾ അവിടെ ആയാലും ഞാൻ ചോദിക്കട്ടെ ഏട്ടനോട് അതെടുത്തില്ല ഞാനില്ലെങ്കിൽ ഞാനത് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏട്ടൻ മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പിന്നെ മേലെ പോയി എടുത്തുകൊണ്ടിരണം. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ്. പിന്നെ ഞാനിതാ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ശുദ്ധവായു ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ എടുക്കുകയാണ് ഞാൻ. ഇനിയിപ്പോൾ കുളിക്കാനുള്ള ഡ്രസ്സ് എടുക്കണം. പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടണം. പ്രത്യേകിച്ച് ഇവിടെ ഒരു പണിയില്ല കേട്ടോ, ഒരു പണിയില്ല. അമ്മ എല്ലാ പണിയും തീർത്തിട്ടായിരിക്കും പോവുക. പിന്നെ അമ്മ അവൾ എണീക്കുമ്പോൾ അവളും എടുക്കും. പിന്നെ എനിക്കിപ്പോഴും പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടാവില്ല. എനിക്കിത് ശീലമാണ് ഇങ്ങനെ നേരം വൈകി എണീക്കൽ. ഇവിടെ വന്നാൽ ഒരു പ്രത്യേക ഒരു ഇതാട്ടോ, നല്ല കിടന്ന് ഉറങ്ങാണ്ട് തോന്നും. പിന്നെ വന്നന്ന് ഫുള്ള് കൊതുവായിരുന്നു ഇവിടെ പറഞ്ഞാൽ അപ്പുറത്തിപ്പുറത്തൊക്കെ വീടുണ്ടായിട്ട് അവിടെ തൊടിയാണ്. അപ്പോൾ അവിടെയൊക്കെ പുല്ലും കാടൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിലുള്ള അപ്പുറത്തെ പറമ്പിലൊക്കെ ഫുള്ള് മറ്റേ പുല്ലും ഇതൊക്കെ ആയിട്ട് ഫുള്ള് കൊതുവാണ്. ജനവാതിലധികം നേരം തുറന്നിട്ടേ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഫുള്ള് കൊതു കയറും. ജസ്റ്റ് ആ കർട്ടൻ തന്നെ ഒന്നിട്ട് നീക്കി കഴിഞ്ഞാൽ കൊതു പാറും, അത്രയ്ക്ക് കൊതുവാണ് അപ്പോൾ. പിന്നെ വന്നന്ന് ഫുള്ള് കൊതുകടിയായിരുന്നു, ഫുള്ള് ഇനിയും ഇവിടെയും ഫുള്ള് കൊതുകടി. പിന്നെ ഇന്നലെ ഞാൻ എന്ത് ചെയ്ത് മറ്റേ ചന്ദനത്തിരി ഉണ്ടല്ലോ നമ്മൾ കൊതുവിൻ്റെ ഇതാക്കണേ, അതൊക്കെ കത്തിച്ച് കുറച്ച് ഇതാക്കി. പിന്നെ റൂം എപ്പോഴും പൂട്ടിയിടും, തുറക്കാണ്ട് പൂട്ടിയിടും. പിന്നെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങളെ ഫാൻ ഇവിടെ നിന്നാണ്ട് കൊണ്ടുപോയിരുന്നു, അത് ഇങ്ങോട്ട് റിട്ടേൺ വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നു. അത് കണ്ടിട്ട് ഇപ്പം ഇന്നലെ പിന്നെ എനിക്ക് നല്ല സുഖമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിട്ടോ, കൊതുക് കടിച്ച് വന്നിട്ട്. പിന്നെ ഈ പുതപ്പും പുതച്ച് ഞങ്ങൾ രണ്ടാളും അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഞാനറിയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ കൊതു ഇങ്ങനെ കടിക്കുമ്പോഴേക്കായിരിക്കും നമ്മളറിയുക. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെയൊക്കെ ഉറങ്ങി അങ്ങോട്ട് തീർത്തു. അല്ലെങ്കിൽ ഒരു തലവേദനയൊക്കെ വരും. എന്നാലും ഞാൻ 2:30-ക്കും 3:30-ക്കും 4:00-ക്കും അമ്മ പലിച്ചയ്ക്ക് എണീക്കണ വരെ ഞാൻ കൊതുവിനെ ഇവിടെ ഇങ്ങനെ രാത്രി ഇപ്പോഴും എണീച്ചിക്കണു. എനിക്ക് കൊതുവിനെ കൊല്ലണ പണിയുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെ ചുമരുമ്പൊക്കെ കുട്ടീൻ്റെ ചോര കുടിച്ചിട്ട് അതിലൊക്കെ കൊതു നിൽക്കുക തന്നെയായിരുന്നു. അപ്പോൾ അതാ അമ്പുടൂൻ്റെ അവിടെ അമ്പുടൂന് മൂത്രം ഒഴിക്കണേന് ഷീറ്റ് വിരിക്കുന്നു. പക്ഷെ ആളങ്ങനെ മൂത്രമൊന്നും ഒഴിക്കില്ല കേട്ടോ. ഇപ്പം നല്ല കുറേ ആയി അവനങ്ങനെ മൂത്രം ഒഴിക്കലൊക്കെ നിന്നിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ ചിലപ്പം ഒഴിക്കും, വയ്യാത്ത സമയത്ത് പനി പിടിക്കുന്ന സമയത്തൊക്കെ ഒഴിക്കും കേട്ടോ. അങ്ങനെ റൂമിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ ഗൈസ്. അപ്പം ഞാനിതാ എല്ലാം പൂട്ടിയതേ. അമ്മ കുളിക്കാൻ പോയതാ. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലാണ് കേട്ടോ. 2 ദിവസമായി, ഇനിയാന്ന് വന്നതാണ്. അപ്പം ഇപ്പോൾ നോലുമ്പൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അമ്മ അച്ഛനൊക്കെ പോയി, പണിക്ക് പോയി. ഇവിടെ അമ്മ ഉണ്ട്. അമ്മ ഇനി ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിന് പോകും. എനിക്ക് വീട്ടിൽ നിന്നാണ് ഇപ്പോൾ വർക്ക്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇനി വീട്ടിൽ നിൽക്കാം കുറച്ച് ദിവസം വിചാരിച്ച്. ഏട്ടൻ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നോലുമ്പുണ്ട്. അപ്പം നമുക്കതിൻ്റെ കാര്യങ്ങളായിട്ട് അങ്ങനെ കുറച്ച് ഇതൊക്കെയാണ്. അപ്പോൾ ഇനി കുളിക്കണം. ചായ കുടിച്ചിട്ടൊന്നുമില്ല, കുളിച്ചിട്ടൊക്കെ ചായ കുടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ശബരിമലയ്ക്ക് വേണ്ടി തല കാണണ്ടല്ലേ, കണ്ടോ? ഓക്കെ, ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഇതാ കുളിക്കാൻ വേണ്ടി എണ്ണ ഇട്ടിരിക്കട്ടെ, അങ്ങനെ കെട്ടിയിരിക്കുന്നത്. അപ്പം അമ്മ കുളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന് മേല് കഴുകണം. ഒരു ജലദോഷം ഉണ്ട്, വെള്ളം മാറിയിട്ടാണ് തോന്നുന്നുണ്ട്, ജലദോഷം ഉണ്ട്. അപ്പം മേല് കഴുകണം അല്ലേ? മേല് കഴുകണ്ടേ? മേല് കഴുകണം. ഇവിടക്ക് മേല് കഴുകണം. എനിക്ക് കുളിക്കണം, ചായ കുടിക്കണം. അതൊക്കെ ചായ കുടിച്ചിട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ചന്ത പോവാനുണ്ട്. ഇവിടെ നിന്ന് നമ്മളെ അമ്പലത്തിൻ്റെ അവിടെ ചന്ത ഉണ്ട്, വളവിൻ്റെ അവിടെ. അപ്പോൾ അവിടെ പോകണം, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണം. പച്ചക്കറി ഇപ്പോൾ ഫുള്ളിന് പച്ചക്കറി ആണല്ലോ. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങണമല്ലേ, നമുക്ക് ചന്തയിൽ പോകണ്ടേ? എന്നിട്ട് കുറച്ച് പച്ചക്കറി, തക്കാളി ഒക്കെ വാങ്ങണ്ടേ? വാങ്ങണല്ലേ? വാങ്ങണം. അപ്പം അതൊക്കെയാണ്. അപ്പം ഇനി കുളിച്ചിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ എൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സ് കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതെടുത്തു. മേലെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ബക്കറ്റിലാക്കി മേലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. പിന്നെ മേലെ ചിക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചായ കുടിക്കുക, ഞങ്ങൾ നേരെ പിന്നെ ചന്തയ്ക്ക് പോവുക. അത്രേ പണി വരുന്നുള്ളൂ കേട്ടോ. അവിടെ പ്രത്യേകിച്ചൊരു പണിയുണ്ടല്ലോ. ഇനിയിപ്പോൾ അമ്മ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ അവിടെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ചായ കുടിക്കാൻ വന്നപ്പോൾ കണ്ടതാണ്, അല്ലെങ്കിൽ എരിവയ്ക്ക് വരാത്തതാണ് ഞാൻ.
പിന്നെ പാത്രവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ ഇതൊക്കെ ഉണങ്ങിയത് നമ്മൾ നോൽമ്പ് കാലമാകുമ്പോൾ ഓരോന്നിങ്ങനെ കഴുകി വയ്ക്കുമല്ലോ. നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടേക്കുന്നത്, പഞ്ചസാര ഇട്ട് വയ്ക്കുന്ന പാത്രം, സ്റ്റോക്ക് ചെയ്യുന്ന പാത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ അമ്മ കഴുകി വയ്ക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ നോൽമ്പൊക്കെ തുടങ്ങാനായി കഴിഞ്ഞാൽ ഒക്കെ കഴുകി വയ്ക്കും. വൃത്തിയായിരിക്കണ്ടേ, അപ്പം അതിനു വേണ്ടി ചെയ്ത പാത്രങ്ങളൊക്കെയാണ് അവിടെ അങ്ങനെ അപ്പം എടുത്ത് വെച്ചത്. അപ്പോൾ ദോശയായിരുന്നു, ഇന്ന് ദോശയും കടലക്കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പം അതെടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചായ എന്തായാലും കുടിക്കില്ല, ചായക്ക് പകരം വെള്ളമാണ് ഞാൻ കുടിക്കാറ്. അപ്പോൾ അതെടുത്ത് ഞങ്ങൾ നേരിട്ട് അവിടെ വന്ന് കൊലായിലിരുന്നപ്പോൾ അമ്മ കൂടി ഇരിക്കേണ്ട അതുകൊണ്ട് ചായ കുടിച്ചാട്ടോ അമ്മു. അതൊക്കെ ചായ കുടിച്ചാൽ ഞാൻ ലാസ്റ്റാണ്. അപ്പോൾ അമ്മൂനാണെങ്കിൽ എന്തോ പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു, അവൾക്കൊരു സുഖമില്ല. അപ്പം അതിൻ്റെ ഇതിങ്ങനെ പറയുമായിരുന്നു. അതാണ് മൂഡ് ഓഫ്. പിന്നെ അമ്പൂനൂടെ പാട്ടും കാറേറ്റ് കളി. ഇന്നലെ ഇപ്പം അവിടുന്ന് ഏട്ടൻ അവരെന്തോ ടൂറെന്തോ പോയിട്ട് കാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫാനായിട്ട് വന്നപ്പോൾ ഏട്ടൻ കണ്ട് ഫാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഇതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഈ കാറും കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ ടൈം കാറാണ് ആൾക്ക്. കാറിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുക, കാറായിട്ട് അങ്ങോട്ട് പോകണം. എങ്ങനെ പോകുന്നുണ്ടെങ്കിലും കാറ് കാണാൻ കഴിയും, കാറ് ഓട്ടുക ഒക്കെയാണ് ആളത്. പണിയൊക്കെ തന്നെയാണ് അങ്ങനെ. പിന്നെ അതിനോട് പാട്ട് പാടാൻ പറഞ്ഞാലൊന്നും പാട്ടൊന്നും പാടില്ല. പിന്നെ നമ്മളിങ്ങനെ നിർബന്ധിക്കണം. നല്ല അപ്പാണ്, പുതിയത് ഇപ്പം ഉണ്ടാക്കിയതാ കടലക്കറി. ഓണാന്ന് പറഞ്ഞ ഇവൻ്റെ ഒരു ഹോബിയാണത്. ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് പുതിയതെന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ വേണ്ടി നിന്ന് അപ്പം ചോദിക്കും എങ്ങോട്ടാണ് പോണത്, എന്തിനാണ് പോണത്, എവിടേക്ക് പോണത്, ഇങ്ങനെ ചോദിച്ചാൽ തന്നെ ചോദിക്കും കേട്ടോ. അങ്ങനെയാണ് ആൾ. എന്തിനാണ് ഏതൊരു ദിവസം അങ്കനവാടിക്ക് ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്തിരുന്നു. അതിനുശേഷം ഈ ഡ്രസ്സ് ഇടുമ്പോൾ അപ്പറേ അങ്കനവാടിക്കാണോ, നമ്മൾ ഏതൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്താലും അങ്കനവാടിക്കാണോ എന്ന് ചോദിക്കാൻ. ചിലപ്പോൾ അങ്കനവാടി പോകുമ്പോൾ ഇട്ടിട്ടുണ്ടാവും. ഇവന് അങ്കനവാടി പോകുമ്പോൾ നല്ല ഡ്രസ്സൊന്നും എടുപ്പിക്കലില്ല കേട്ടോ. അങ്ങനെ കുറേ ഇട്ടിട്ട് ഇതാക്കിയതൊക്കെയാണ് അധികം ഇട്ട് കൊടുക്കൽ. പിന്നെ ഇത് പറഞ്ഞാൽ കുറച്ചൊക്കെ ആയതാണ്. അപ്പം നമ്മൾ പുതിയത് വേറെ, അങ്കനവാടിക്ക് പോകുമ്പോൾ വേറെ. ജസ്റ്റ് ഇപ്പോൾ പോയി വരാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം പറയുന്നത് അങ്കനവാടി പോകുമ്പോൾ എന്താ അത് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഫുള്ള് കരച്ചിലൊക്കെയാണ്, അതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ആളെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആളെ കാണിക്കണം, ആളെ സൗന്ദര്യം കാണിക്കുന്നത്. ഓരോ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് കണ്ടോ, ഇതൊക്കെ തന്നെ പണി. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ അങ്ങനത്തെ ഓരോ കളികളുണ്ടാവും. പിന്നെ ഓനെ കാണത്തക്ക ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനും വേഗം മാറ്റി, അമ്മു മാറ്റി. അപ്പോൾ നമ്മളിതാ വാതിലൊക്കെ അടച്ച് പോകാനിട്ട് ഇനി നേരെ ഇവിടുന്ന് നടന്നു പോകാനുള്ളത് തന്നെ ഉള്ളൂ. നമ്മളെ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പോൾ അതാ നമ്മളെ വഴി കൂടെ നമ്മൾ നടന്നു പോകുന്നുണ്ട്. മുന്നിൽ ഞങ്ങൾ രണ്ടാളും ബാക്കിലുണ്ട്. സഞ്ചി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ സഞ്ചി കയറ്റി വരേണ്ട വെച്ചാൽ അവിടുന്ന് കവർ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് സഞ്ചി ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ വേഗം പിന്നെ പോകുന്നു, ഇറങ്ങി. അപ്പോൾ ഇതാ നമ്മൾ റോഡ് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൻ്റെ ഭാഗത്തുള്ള റോഡ് സൈഡിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പോകുമ്പോൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നടന്നാ പോയി ഓടിയെന്ന് പറയും പണ്ട് കാലത്ത്. പത്ത് ഭാഗത്ത് ഇതേപോലെ കഴിയും നല്ലതൊക്കെ. ഇതവിടെയാണ് നമ്മളെ ചന്ത, അത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ അതാ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നല്ല ആൾക്കാരുണ്ട്. ഇപ്പോൾ നോൻപ് തുടങ്ങിയോണ്ടേ നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ. നല്ല ഫ്രഷ് പച്ചക്കറി, ഫുള്ള് തിരക്കായിരുന്നു. ഫുള്ള് ഫ്രഷ് പച്ചക്കറി, നല്ല സാധനങ്ങളൊക്കെ. നമ്മൾ പെട്ടെന്ന് വേഗം എടുക്കുക ചെയ്യണം, നല്ല ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടത് വേഗം ജസ്റ്റ് ഒരു അവിടെ നിന്ന് ഞാൻ ആദ്യം കുറച്ചെടുത്ത് മനസ്സിലായില്ല. പിന്നെ അതിൽ അപ്പുറത്ത് പോയിട്ട് മറ്റേ ഇങ്ങനത്തെ ബേസ് എടുത്തോണ്ട് പോകുന്നത്. എന്നിട്ട് അതിൽ പച്ചക്കറിക്ക് വേണ്ട, നമുക്ക് എന്തൊക്കെ വേണ്ടതെന്നുള്ള പച്ചക്കറിക്ക് നല്ല പച്ചക്കറി കേട്ടോ. പക്ഷേ അതിന് ചെറിയ എന്തെങ്കിലും കേടുകളുള്ളൂ. കേടെന്ന് പറയാൻ പറ്റില്ല. ഓരോ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വയ്ക്കും ചിലപ്പോൾ ഉള്ളിലൊക്കെ കേടുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട്. അതിൻ്റെ സൈഡിൽ തന്നെ റോഡും ആയതുകൊണ്ട് നമുക്ക് പേടി.
നമ്മളെടുത്ത് തന്നെ ഇങ്ങനെ ആളെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഓരോ ഐഡിയകളൊക്കെ ഇറക്കിയിരിക്കുകയാണ്. വാ അപ്പോൾ അതാ പച്ചക്കറിക്ക് വാങ്ങി ഒരു കവർ എൻ്റെ അടുത്തുണ്ട്, ഒരു കവർ അമ്മൂൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അതാ അമ്പുവിൻ്റെ കയ്യിൽ ചിന്നെടുക്കാൻ വേണ്ടി ഇന്നെടുക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ ആളെ നടത്തി. കുറച്ചൊക്കെ എടുത്താൽ എന്താ പറഞ്ഞാൽ ഇവനെടുത്തിട്ട് നമുക്ക് ഈ കവർ പിടിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ കുറച്ച് ഇവിടെ എത്തിയപ്പോൾ പിന്നെ ആൾ ഉഷാറായി, ആൾ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. വീട്ടിലേക്ക് പോകാനല്ലേ, പിന്നെ ഓട്ടം തുടങ്ങി, ഭയങ്കര സ്പീഡിൽ ഓട്ടം തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ആൾ നടന്നോളുന്നു. അങ്ങനെ എന്താ വീട്ടിലേക്ക് എത്തി, വാതിലൊക്കെ തുറന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര സുഖമായിട്ടാണ്, നല്ല ചൂടല്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രസ്സ് മാറ്റി കഫ്താൻ ഇട്ടിട്ടോ. അങ്ങനെ മറ്റേ ഡ്രസ്സ് ഭയങ്കര ചൂടായിരുന്നു. അപ്പം അതെടുത്തിട്ടിട്ട് പച്ചക്കറിക്ക് കൊണ്ടുവന്ന പച്ചക്കറിക്ക് എടുത്തേക്കാന്ന് വിചാരിച്ച്. അമ്മ തൊടെ ചെരിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് മറ്റേ നാരങ്ങ മറ്റേ ലൈം അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ജ്യൂസല്ലേ, നല്ല ചൂടല്ലേ, അപ്പോൾ നമുക്കെന്താ ലൈം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ നല്ലൊരു ലൈം ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ചോദിക്കണം. അങ്ങനെ പിന്നെ ആളത് ഉണ്ടാക്കി, അത് കുടിച്ച് ഞങ്ങൾ. പിന്നെ പച്ചക്കറിക്ക് എടുത്തക്കലൊക്കെ ആയിട്ടോ, ഫുള്ള് പച്ചക്കറി ഇങ്ങോട്ട് എടുത്തക്കൽ ഓരോന്നായി. പിന്നെ നമുക്ക് ഉമ്മാരത്തെ ഓരോ മക്കളുണ്ടാവും, പിന്നെ നോക്കണ്ട. അപ്പോൾ അതാ ഫ്രിഡ്ജൊക്കെ തുറന്നത്, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പോയിരിക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ അവൻ്റെ മുട്ട നല്ല കൊണ്ടുപോയി വെച്ചിരുന്നു. അപ്പോൾ മുട്ട ഉണ്ടോ എന്ന് ഇങ്ങനെ പറയില്ല കേട്ടോ. മുട്ട അതിലുണ്ടോയെന്ന് പറഞ്ഞ് നോക്കണം. പിന്നെ അതിൽ നിന്ന് എടുക്കുക, അത് പിന്നെയും തുറന്ന് നോക്കുക. അതൊക്കെയാണ് ആളെ ഹോബി വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറയും, പിന്നെ ആൾ തുറക്കും, പിന്നെയും പൊട്ടും. പിന്നെ ഒന്നൊരു പേടിയേ ഇല്ല കേട്ടോ. അതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ പച്ചക്കറിയൊക്കെ ഞാൻ ഫ്രിഡ്ജിനുള്ളിൽ എടുത്തേക്കണ്ട്. അപ്പോൾ ഓരോ ഐഡിയകളൊക്കെ പറഞ്ഞ ആളെ എങ്ങനെയെങ്കിലും അതൊക്കെ ഇതാക്കി ആളപ്പുറത്തേക്ക് ആക്കി ആൾ പിന്നെ വണ്ടിയിട്ട് കളി ചെയ്യും. പിന്നെ നമ്മൾ വേഗം ആ സമയം കൊണ്ട് പച്ചക്കറിയൊക്കെ വേഗം കവറിലിട്ടൊക്കെ വെച്ചിട്ട് സ്പീഡാക്കിയതാട്ടോ. നിങ്ങളെ മറ്റേ ലാഗ് അടുപ്പിച്ച് നിങ്ങൾക്ക് ഒരു ബോറാവുമല്ലോ, അപ്പോൾ വെറുതെ എന്തിനാ, അതാണ് കുറച്ച് സ്പീഡാക്കിയത് കേട്ടോ. അങ്ങനെ വേഗം തക്കാളി നമ്മൾ 20 രൂപയ്ക്കോ അങ്ങനെ എന്താണ് വാങ്ങിയത്. നല്ല തക്കാളി ഇരുന്നു, എല്ലാ പച്ചക്കറി ഫുള്ള് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് സാധനമാണ്. അപ്പോൾ ഈ രാവിലെ നമുക്കിതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ് അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ. ഒരു നല്ല പച്ചക്കറി, നല്ലൊരു ദിവസമാണല്ലോ നമുക്ക് ഈ നോൽമ്പ് മാസം. അപ്പം എന്തായാലും നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരിത് വേണ്ട, കേടുന്നതും ഒക്കെ ആയാൽ ചാരിയല്ലേ. അമ്മയ്ക്കൊരു കുമ്പളം എന്താണെന്നതിന് പറയുക, ആ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ച്, പിന്നെ പച്ചക്കായ വാങ്ങിച്ചു, പയർ വാങ്ങിച്ചു, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ഓരോ കവറിലിട്ട് വെച്ചാൽ പച്ചക്കറി കേട് വരില്ല കേട്ടോ. നല്ല ഇതൊക്കെ നല്ല വൃത്തിയാക്കി കഴുകൊന്നും വേണ്ട, നമ്മളെടുക്കുമ്പോൾ കഴുകിയാൽ മതി. എന്നാലും എന്താണ് പച്ചക്കറിയൊക്കെ ഒരു നല്ല കവറിലാക്കി, നല്ല വൃത്തിയുള്ള കവറിൽ, ഒന്നും ആവാത്ത കവറിലാക്കിയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ചേമ്പ്, ഉള്ളി, ഉരുളക്കിഴങ്ങ് അതൊക്കെ നമ്മൾ കൊട്ടയിലിടും. അതിൻ്റെ ഇടയിൽ അമ്പടൂന് മൂത്രമൊഴിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി പോയി. ആൾ പുറത്തേക്ക് പോയി, പിന്നെ മൂത്രമൊഴിച്ച് പുറത്തേക്ക് പുറത്തുനിന്ന് ഉള്ളിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ് ലാസ്റ്റ് പയറും കൂടി ഒരു കവറിലിട്ടേക്കാനുള്ളായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം കഴിഞ്ഞ് ഇനി ഇവിടെ ഫുള്ള് അടിച്ചു വാരി വൃത്തിയാക്കുക. പിന്നെ നമുക്ക് മറ്റേ മല്ലിച്ചപ്പ് കരിവേപ്പിൻ്റെ ഇല, അതും അതേപോലെ മല്ലിച്ചപ്പ് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഈ ഫ്രിഡ്ജിൽ ഇപ്പോഴും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വാടി പിറ്റേ ദിവസത്തേക്കുള്ള അതിൻ്റെ ആ ഫ്രഷ്നെസ് അങ്ങോട്ട് പോകും. ഇത് കുറച്ച് ദിവസം നമുക്ക് ഈടായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതിൻ്റെ വേര് അവിടെ മുറിച്ചിട്ട് ഒരു ഞാൻ മറ്റേ ബിരിയാണീൻ്റെയൊക്കെ നമുക്ക് ബിരിയാണിയൊക്കെ കൊണ്ടുവരുന്ന ഒരു ബ്ലാക്ക് പാത്രങ്ങൾ നമുക്കിങ്ങനെ കൊണ്ടുവരുന്ന അതിലിട്ടേക്കും. അങ്ങനത്തെ പാത്രത്തിൽ ആക്കിയിട്ട് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുക. അതുപോലെ മറ്റേ കറിവേപ്പിൻ്റെ ഇല, അതേപോലെ ഇല്ലി പോക്കിയിട്ട് ഇല മാത്രമാക്കിയിട്ട് അതിലിട്ടേക്കുക കേട്ടോ. അപ്പോൾ ഒന്നും വരില്ല, ഒന്നും കേട് വരുന്നില്ല, പെട്ടെന്ന് കുറച്ച് ഈട് നിൽക്കും. അപ്പോൾ പിന്നെ ഞാനിത് അവിടെ ഫുള്ള് വൃത്തിയാക്കലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താണ് പൊരിക്കാൻ ഉരുളക്കിഴങ്ങോ വഴുതന എന്തെങ്കിലും ആക്കാശ്. പിന്നെ വഴുതന എടുത്തു, ഒരു നീള വഴുതനയും ഉണ്ടായിരുന്നു, ഒരു മറ്റേ റൗണ്ടിലുള്ളതുണ്ട്, അങ്ങനെ 2 റൗണ്ടിലുള്ള ഒരു നീളം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടുണ്ട്
എന്താണ് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് കട്ടിങ്ങായി. അതാണെങ്കിൽ കത്തിയാണെങ്കിൽ തീരെ മൂർച്ചുമില്ല. ഇത് സ്പീഡാക്കിയോണ്ടാണ് കേട്ടോ മൂർച്ചം പോലെ തോന്നുന്നത്. കുറേ ടൈം എടുത്തിട്ടുണ്ട് ഞാൻ മറ്റേ ഉണ്ട മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മുറിച്ച് പൊരിച്ച് പിന്നെ അങ്ങോട്ട് സമാധാനമായിരുന്നു. ഫുഡ് കഴിക്കാൻ നേരത്തെ അങ്ങോട്ട് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ആ കട്ടിങ്ങാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് പൊരിച്ചുകൊണ്ടിരിക്കണം. ഇനി പൊരിക്കാനുള്ളത് അവിടെ ഉണ്ട്. അപ്പോൾ അതാ വഴുതന ഉണ്ടോ, അടിപൊളിയായിട്ടൊക്കെ ഇഷ്ടമാണ് കേട്ടോ. സൂപ്പറൊക്കെ ഈ വഴുതന ഉരുളക്കിഴങ്ങ് വെണ്ട പൊരിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലത്തെ ഒരു കുട്ടി വ്ളോഗ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം മുന്നേ നമ്മളെ ഫ്രണ്ടിൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് പോയതാണ് എൻ്റെ കൂടെ. DMLTക്ക് പഠിച്ച ചിഞ്ചുവിൻ്റെ. അപ്പം കാടാമ്പുഴയായിരുന്നു കേട്ടോ. നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊരിതാണത്. നമ്മളെ നോൽമ്പ് മാസം ഞാൻ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നേ 2 ദിവസം മുന്നേ എടുത്തതായിരുന്നു. നോൽമ്പ് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നോൽമ്പ്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ബർത്ത്ഡേക്ക് പോയതായിരുന്നു. ആ വ്ളോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ അത് മാത്രമായിട്ട് ഇടണ്ടല്ലോ, എന്തെങ്കിലും ജസ്റ്റ് അതിൻ്റെ കൂടെ ഇടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടി വ്ളോഗ് എടുത്തതായിരുന്നു. അത് ഇതിൽ ചേർത്തിട്ടതാണ് കേട്ടോ. എന്തായാലും കണ്ടോളി. നമ്മളത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നേരെ വൈകിയിട്ടുണ്ട്. മാറ്റിലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല നേരം വൈകി. ഒരു മണിക്കൂറൊക്കെ ഏകദേശം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്താൻ. നമ്മൾ ഹൈവേ കൂടെ കയറിയിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ പിന്നെ വേഗം വിട്ടോളൂ. നമ്മൾ കറണ്ട് വണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. നമുക്ക് പേടിയായിരുന്നു ചാർജ് കഴിയുമോ എന്നുള്ളത്. അവിടെ നിന്ന് ഇവിടെ എത്തണ്ടേ, നമ്മളെ വീട്ടിലെത്തണ്ടേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഏട്ടനും ഞാനും ഇവിടെ ഞങ്ങളതായിട്ടുള്ള ലോകം ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇപ്പോൾ കുറേ ആയി ഞങ്ങൾ കണ്ടിട്ടൊക്കെ. അപ്പോൾ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പം ഇങ്ങനൊരു മീറ്റപ്പ് ഇനി എപ്പോഴാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അവളെ 2ാമത്തെ കുട്ടീൻ്റെയാണ് കേട്ടോ. വാമിക എന്നാണ് ആളെ പേര് വരുന്നത്. വാമിമോളെ ബർത്ത്ഡേക്ക് പോവാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഏട്ടനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെയാണെങ്കിൽ ഞങ്ങൾ കണ്ണെടുക്കാൻ മറന്നു കേട്ടോ. നല്ല പൊടിയിരുന്നു. നമ്മൾ കോട്ടക്കലൊക്കെ ഭാഗത്തേക്ക് എത്തുമ്പോഴൊക്കെ നല്ല പൊടി. അവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പൊടി, കണ്ണിക്കൊക്കെ പൊടിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്ത് ഏട്ടനും കണ്ണെടുക്കാൻ മറന്നു, ഞാനും കണ്ണെടുക്കാൻ മറന്നു. അപ്പോൾ പൊടി കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ ലൈറ്റൊക്കെ ഇട്ട്, ഹൈവേയിൽ ലൈറ്റൊക്കെ ഇട്ട്. ഇപ്പോൾ ലൈറ്റിൻ്റെ ഒരിടയ്ക്ക് ചില സ്ഥലത്ത് എത്തുമ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല, ചില സ്ഥലത്ത് എത്തുമ്പോൾ ലൈറ്റ് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് അവിടെ എത്തി. നമ്മൾ ലൊക്കേഷനൊക്കെ അവിടെ ഇട്ടുതന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ എത്തി. ഇതാണ് വിഷ്ണുവേട്ടൻ. ആളെ 2ാമത്തെ മോനാണ് അവിടെ ഉള്ളത്. പിന്നെ മോള് അവളിട്ട്, അതാണ് മോള് കേട്ടോ, ഭാവി മോള്. അപ്പോൾ ബർത്ത്ഡേൻ്റെ കുറച്ച് മുന്നേയിട്ട് ആൾ ആൽബും കാര്യങ്ങളൊക്കെ തുടങ്ങി. അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്തതിൻ്റെ അലമ്പുകളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നല്ല വിശക്കാൻ തുടങ്ങി. നമ്മൾ വീട്ടിലെത്താൻ ലേറ്റ് ആവും. അപ്പോൾ വേഗം ഇവിടെ നിന്ന് വിശക്കാൻ തുടങ്ങി. അവൻ കരച്ചിൽ തുടങ്ങിയപ്പോൾ നമ്മളത് വേഗം ഫുഡിൻ്റെ അവിടെ വന്നിരുന്നു. ഫുഡ് കഴിച്ച് ബിരിയാണി, ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് അവളോട് ടാറ്റയൊക്കെ പറഞ്ഞ് ബൈ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പുതിയതായിട്ട് അറിയാം നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പം എന്തായാലും ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലായിരിക്കും. അപ്പം നല്ല നല്ല വീഡിയോസ് ആയിട്ട് എന്തായാലും വരുന്നതാണ് കേട്ടോ. ഓക്കെ, ബായ്.